425 ആകെ ഘടകങ്ങളുടെ എണ്ണം, അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം എന്നിവ കാണുക. നമ്മൾ ചെയ്യേണ്ടത് 425 ആദ്യം അഭാജ്യ ഘടകങ്ങളാക്കുക. അതായത് 425 പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 425 നമുക്ക് 5 കൊണ്ട് ഹരിച്ചാൽ 85 കിട്ടും. വീണ്ടും 5 കൊണ്ട് ഹരിച്ചാൽ 17 കിട്ടും. അതിനെ 17 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. അങ്ങനെ 1 എത്തണ വരെ ഹരിക്കുക. അപ്പം 425 നമുക്ക് എങ്ങനെ എഴുതാം? 5² × 17 എന്ന് എഴുതാം. 425 = 5² × 17 ഇതിൽ ആദ്യം ആകെ ഘടകങ്ങളുടെ എണ്ണം കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഘടകങ്ങളുടെ എണ്ണം കാണാൻ കൃതികളുടെയൊക്കെ കൂടെ 1 കൂട്ടുക. ഇവിടെ കൃതി 2, അതിനോട് 1 കൂട്ടി. ഇവിടെ കൃതി 1, അതിനോട് 1 കൂട്ടി. ഈ കൂട്ടിക്കിട്ടുന്ന സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 2 1 3 × 1 1 2 3 2 6 ഘടകങ്ങളുടെ എണ്ണം. അടുത്ത ചോദ്യം അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കാണണം. അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കാണാൻ ഈ കൃതികൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഇവിടെ കൃതി 2, ഇവിടെ കൃതി 1, 2 1 3.